ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ ചൊല്ലി കൊമ്പുകോർത്ത് ടെസ്ല മേധാവി ഇലോൺ മസ്കും മുൻ IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറും വോട്ടിംഗ് യന്ത്രം ഹാക്ക് ചെയ്യാനാകുമെന്നായിരുന്നു മസ്കിന്റെ എക്സിലെ പോസ്റ്റ്. എന്നാൽ ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുകൾ നടക്കില്ലെന്ന് അവകാശപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. എന്നാൽ എന്തും ഹാക്ക് ചെയ്യാനാകുമെന്നായിരുന്നു ഇലോൺ മസ്കിന്റെ മറുപടി. ഡിജിറ്റൽ ഹാർഡ്വെയർ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നും EVMകളുടെ കാര്യത്തിൽ ഇത് വ്യത്യസ്തമാണെന്നും വ്യക്തമാക്കി രാജീവ് ചന്ദ്രശേഖർ വീണ്ടും പോസ്റ്റിട്ടു. ഇലോൺ മസ്കിന്റെ പ്രസ്താവന ആയുധമാക്കി EVMകൾക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ഇന്ത്യയിലെ EVMകൾ ആർക്കും പരിശോധിക്കാനാകാത്ത ബ്ലാക്ക് ബോക്സുകളാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. നോബിൾ മാരിക്കാരൻ ചേരുന്നുണ്ട്. നോബിൾ, ഈ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത് EVMകളായിരുന്നു. ഇപ്പോൾ ഈ ഇലോൺ മസ്കിന്റെ പ്രസ്താവനയോടുകൂടി അതിന് രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകുന്നു. മാത്രമല്ല, അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. എങ്ങനെ നോക്കിക്കാണണം ഇതിനെ? റോഷ്നി, ടെസ്ല CEO ഇലോൺ മസ്ക് EVയുമായി നടത്തിയ പരാമർശം ആദ്യം രാഹുൽ ഗാന്ധി ഏറ്റുപിടിച്ചതിന് പിന്നാലെ വലിയ പ്രതിവാദ വിവാദങ്ങളിലേക്കാണ് ഇപ്പോൾ അത് എത്തിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം മസ്കും തമ്മിലാണ് പ്രധാനമായും വാദപ്രതിവാദം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തുടരുന്നത് എന്ന് വേണം എടുത്തു പറയാൻ. EVM വോട്ടിംഗ് മെഷീനുകൾ ഒഴിവാക്കണം എന്തായിരുന്നു മസ്ക് വ്യക്തമാക്കിയത്. കാരണം AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആളുകൾക്കോ അത് ഹാക്ക് ചെയ്യാൻ കഴിയും എന്തായിരുന്നു അദ്ദേഹം ഇതിൽ ആദ്യം ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പേജായ എക്സിൽ കുറിച്ചത്. അതിന് പിന്നാലെ രാഹുൽ ഗാന്ധി അതിൽ ചില പ്രതികരണവുമായി രംഗത്ത് വന്നു. പ്രത്യേകിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സുതാര്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉണ്ട് എന്ന് രാഹുൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആർക്കും പരിശോധിക്കാൻ കഴിയാത്ത ബ്ലാക്ക് ബോക്സ് ആണ് എന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖർ മസ്കിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നത്. ആർക്കും ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ കഴിയില്ല എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. പ്രധാനമായും വൈഫൈ, ബ്ലൂടൂത്ത് അടക്കം ഇൻ്റർനെറ്റ് അടക്കമുള്ള ഒരു സംവിധാനവുമായി ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കണക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഹാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് അദ്ദേഹം വ്യക്തമായി. അതോടൊപ്പം പ്രത്യേക പ്രോഗ്രാമിംഗ് വഴിയാണ് ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ വോട്ടിംഗ് മെഷീനുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നും അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും മസ്ക് രാജീവ് ചന്ദ്രശേഖറിനെതിരെ രംഗത്ത് വരികയാണ്. ഏത് ഉപകരണവും ഹാക്ക് ചെയ്യാൻ കഴിയും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന. പക്ഷേ വീണ്ടും അതിനെ ഖണ്ഡിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വീണ്ടും രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഏത് ഡിവൈസ്, പ്രത്യേകിച്ച് ഹാർഡ്വെയർ ഡിവൈസുകൾ ഹാക്ക് ചെയ്യാൻ കഴിയും, പക്ഷേ അത്തരത്തിലൊരു ഡിവൈസ് അല്ല ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അത്തരത്തിൽ ആർക്കും ഹാക്ക് ചെയ്യാൻ കഴിയില്ല. മറ്റ് ഡിവൈസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തികച്ചും വ്യത്യസ്തമാണ് EVM എന്നാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. യോജിക്കുകയോ അല്ലെങ്കിൽ വിയോജിക്കുകയോ ചെയ്യാം മസ്കിന് എന്നും ഇതിൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നതാണെങ്കിലും രാജീവ് ചന്ദ്രശേഖറും മസ്കും തമ്മിലാണ് ഈ വിഷയത്തിൽ വാദപ്രതിവാദം തുടരുന്നത് എങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ കുറേ നാളുകളായി ഉന്നയിക്കുന്ന ആരോപണമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട അവരുടെ സംശയങ്ങൾ. എന്താണെങ്കിലും ആ സംശയങ്ങൾ കൂടുതൽ ശക്തമായിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇതിൽ രംഗത്ത് വരികയും ചെയ്യുന്നത്. എന്താണെങ്കിലും വാദപ്രതിവാദങ്ങൾ ഇനിയും ഈ വിഷയം തുടരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ, അതോടൊപ്പം തന്നെ നിരവധി ആശങ്കകളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കുവയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ അല്പം ഈ വിഷയത്തിൽ ശാന്തതയുണ്ടായിരുന്നു. പക്ഷേ മസ്ക് വീണ്ടും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിക്കുകയും പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലടക്കം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടന്നതായി കണ്ടെത്തിയെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം വരികയും ചെയ്തുകൊണ്ട് വീണ്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഏറ്റെടുക്കുകയാണ്. അതിന് പിന്നാലെയാണ് എന്താണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരു തരത്തിലും ഹാക്ക് ചെയ്യാൻ കഴിയില്ല നിലപാടുമായി വീണ്ടും രംഗത്തേക്ക് വന്നത്. എന്താണെങ്കിലും പ്രതിപക്ഷം ഈ വിഷയത്തെ കൂടുതൽ സജീവമായി തന്നെ ചർച്ചയായി കൊണ്ടുവരാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിലും ഇതിൽ വാദപ്രതിവാദങ്ങൾ തുടരും എന്ന് തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. റോഷ്നി, ശരി. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.